നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ കഴിഞ്ഞേ ഇവിടെ മറ്റൊരാളുള്ളൂ. പലപ്പോഴും ജീവിതത്തിൻ്റെ പല തിരക്കുകൾക്കിടയിലും നമ്മൾ പാടെ മറന്നുപോകുന്ന ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്നാണ് ഇക്കാര്യം. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി വൈകി ഉറങ്ങാൻ കിടക്കുന്നത് വരെ കുടുംബത്തിനു വേണ്ടിയും മക്കളുടെ ഭാവിക്ക് വേണ്ടിയും നമ്മുടെ പങ്കാളിയുടെ സന്തോഷത്തിനു വേണ്ടിയും ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഓടി നടക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. രാവിലെ അടുക്കളയിൽ തുടങ്ങുന്ന തിരക്കുകൾ രാത്രിയിലെ വീട്ടുപണികളിൽ അവസാനിക്കുമ്പോൾ അതിനിടയിൽ സ്വന്തം സന്തോഷത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ആഗ്രഹങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ എത്ര പേർക്ക് സമയം കിട്ടാറുണ്ട്? ഒരു ദിവസം മുഴുവൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ സ്വന്തത്തോട് തന്നെ ചോദിക്കാറുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഒരു ചിന്താഗതിയുണ്ട്. സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്നവളാണ് നല്ല സ്ത്രീ അല്ലെങ്കിൽ നല്ല അമ്മ എന്നൊരു സങ്കല്പം. സ്വന്തമായി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ തനിക്കായി കുറച്ചു സമയം മാറ്റിവെച്ചാൽ അത് സ്വാർത്ഥതയാണെന്ന തെറ്റായ ബോധം ചെറുപ്പം മുതലേ പെൺകുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്നുണ്ട്. അത് കണ്ട് മറ്റുള്ളവരുടെ ജീവിതം എത്ര സന്തോഷമുള്ളതാണ്, എൻ്റെ ജീവിതം മാത്രമാണ് ഇങ്ങനെ പോരായ്മകൾ നിറഞ്ഞത് എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാൽ ഓർക്കുക, പുറമേ കാണുന്ന ഭംഗിയോ നിറപ്പകിട്ടോ ആയിരിക്കില്ല പലരുടെയും യഥാർത്ഥ ജീവിതം. എല്ലാവരുടെയും ജീവിതത്തിൽ അതിൻ്റേതായ പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ട്. സ്വയം സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യില്ല. തൻ്റെ രൂപത്തെയും കഴിവിനെയും പോരായ്മകളെയും ഒരുപോലെ അംഗീകരിക്കാൻ അവൾ പഠിക്കുന്നു. ഞാൻ പൂർണ്ണയല്ലായിരിക്കാം, എന്നാൽ ഞാൻ എൻ്റേതായ രീതിയിൽ സവിശേഷതയുള്ളവളാണ് എന്ന തിരിച്ചറിവാണ് സെൽഫ് ലവ്. ഈ ലോകത്ത് നിങ്ങളുടെ സ്ഥാനത്ത് പകരം വയ്ക്കാൻ മറ്റൊരു വ്യക്തിയില്ല. മറ്റുള്ളവരുടെ അംഗീകാരത്തിനോ അഭിനന്ദനങ്ങൾക്കോ വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തം മൂല്യം സ്വയം തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും ചെറിയ തുടക്കങ്ങളെപ്പോലും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നും ഒരു വലിയ ആത്മവിശ്വാസം വളർന്നു വരും. ജീവിതത്തിൽ പലപ്പോഴും ആളുകൾ വിഷമിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും അമിതമായി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. ഞാൻ അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ, എന്നിട്ടും എന്നെ പരിഗണിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്ത പലരുടെയും മനസ്സമാധാനം കളയാറുണ്ട്. എന്നാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റൊരാളുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കരുത്. മറ്റൊരാൾ എന്നെ പരിഗണിച്ചാൽ അല്ലെങ്കിൽ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ സന്തോഷവതിയാകൂ എന്ന് കരുതുന്നത് തെറ്റാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുമ്പോൾ കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ലെങ്കിൽ അത് മനസ്സിന് വലിയ വിഷമം ഉണ്ടാക്കും. മനസ്സിന് ബുദ്ധിമുട്ടോ വിഷമമോ തോന്നുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും സ്വയം മാറി നിൽക്കാൻ കഴിയണം. സ്വന്തം സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് ആനന്ദം നൽകുന്ന ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തുക. അത് ചിലപ്പോൾ ജനലരികിലിരുന്ന് ഒരു കപ്പ് ചൂട് ചായ കുടിക്കുന്നതാകാം, അല്ലെങ്കിൽ മഴ കാണുന്നതാകാം, അല്ലെങ്കിൽ
മഴയത്ത് ഒന്ന് ഇറങ്ങി മഴ നനയുന്നതാകാം, അല്ലെങ്കിൽ മനോഹരമായ ഒരു പാട്ട് കേൾക്കുന്നതാകാം, അതുമല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് അല്ലെങ്കിൽ പഴയ ഒരു കൂട്ടുകാരിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാകാം. അങ്ങനെയുള്ള സന്തോഷത്തിന് വലിയ കാര്യങ്ങൾ തന്നെ സംഭവിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായാൽ പോലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളിൽ നിന്നും സന്തോഷം കണ്ടെത്താൻ മനസ്സിനെ നമ്മൾ തന്നെ പ്രാപ്തമാക്കുക എന്നതാണ് സ്വയം സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശൂന്യമായ ഒരു പാത്രത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വെള്ളം പകർന്നു നൽകാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്, അല്ലേ? നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ആരോഗ്യമോ സന്തോഷമോ ഇല്ലെങ്കിൽ കുടുംബത്തിനോ മക്കൾക്കോ നല്ല രീതിയിൽ തണലാകാൻ നിങ്ങൾക്ക് കഴിയില്ല. വീട്ടിനുള്ളിൽ പകലില്ലാതെ ജോലി ചെയ്യുന്ന പല സ്ത്രീകളും സ്വന്തം ആരോഗ്യകാര്യം വരുമ്പോൾ തികഞ്ഞ അനാസ്ഥ കാണിക്കാറുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക, രോഗലക്ഷണങ്ങൾ കണ്ടാലും ഡോക്ടറെ കാണാതെ മാറ്റിവെക്കുക, ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുക, ഇതൊക്കെ പലരുടെയും ഒരു ശീലമാണ്, ദുശ്ശീലമാണ് എന്ന് തന്നെ പറയാം. വീട്ടിലെ എല്ലാവരും കഴിച്ചതിന് ശേഷം ബാക്കി വരുന്നത് കഴിക്കുന്നതിലല്ല, മറിച്ച് സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും ബഹുമാനിക്കുന്നതിലാണ് ഒരു സ്ത്രീയുടെ മൂല്യം ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ഭക്ഷണത്തിലും വിശ്രമത്തിലും വ്യായാമത്തിലും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മൾക്കായിട്ട് തന്നെ ഒരു സമയം മാറ്റി വെക്കണം. ഒരു മീ ടൈം എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഈ സമയത്ത് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളോ മറ്റ് ചിന്തകളോ ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മനസ്സിന് പൂർണ്ണ സന്തോഷം, സമാധാനം ഒക്കെ നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മനസ്സിന് വിശ്രമം നൽകുക. ഈ സമയത്ത് ഇഷ്ടമുള്ള പുസ്തകം വായിക്കാം, ചിത്രം വരയ്ക്കാം, ചെടികളിലെ കാര്യങ്ങൾ അന്വേഷിക്കാം, ചെടി നടാനോ അല്ലെങ്കിൽ ചെടികൾ പരിപാലിക്കാനോ, അങ്ങനെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ഈ ചെറിയ സമയം നമ്മുടെ മനസ്സിന് ഒരുപാട് ഊർജവും ഉന്മേഷമൊക്കെ നൽകും. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് അതിരുകൾ നിശ്ചയിക്കാൻ കഴിയാത്തത്. തനിക്ക് താല്പര്യമില്ലാത്തതോ അല്ലെങ്കിൽ ശാരീരികമായും മാനസികമായിട്ടും വലിയ ഭാരമുണ്ടാക്കുന്നതോ ആയ കാര്യങ്ങൾ വരുമ്പോൾ പോലും പലരും ശരിയെന്ന് തലയാട്ടാറുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരുമോ എന്ന ഭയം കാരണമാണ് പലരും തങ്ങളുടെ താല്പര്യമില്ലായ്മ തുറന്നു പറയാത്തത്. എന്നാൽ ഇത് ഉള്ളിൽ വലിയ നിരാശയും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കും. തനിക്ക് സാധിക്കാത്ത കാര്യങ്ങളോട് അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങളോട് ബഹുമാനത്തോടെ എന്നാൽ ഉറപ്പോടെ തന്നെ നമുക്ക് നോ എന്ന് പറയാൻ ശീലിക്കണം. എല്ലാ കാര്യത്തിലും എല്ലാവരെയും പ്രീതിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. സ്വന്തം സമാധാനത്തിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് തെറ്റല്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം എന്ന വാശി കൂടി ഒഴിവാക്കണം. വീട്ടുപണികളായാലും മറ്റു ഉത്തരവാദിത്തങ്ങളായാലും കുടുംബാംഗങ്ങളുടെ സഹായം ചോദിച്ചു വാങ്ങുക. കുട്ടികളെയും പങ്കാളിയെയും വീട്ടുപണികളിൽ പങ്കാളികളാക്കുന്നത് നിങ്ങളുടെ ഭാരം കുറയ്ക്കുകയും ചെയ്യും. പല സ്ത്രീകളും തങ്ങളൊരു പെർഫെക്റ്റ് അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ പെർഫെക്റ്റ് മകളോ ആകണം എന്നൊക്കെ ആഗ്രഹിച്ച് വലിയ മാനസിക സമ്മർദ്ദത്തിലാകാറുണ്ട്. വീട് എപ്പോഴും മിന്നിത്തിളങ്ങിയിരിക്കണം, ഭക്ഷണം എപ്പോഴും മികച്ചതായിരിക്കണം, കുട്ടികൾ എപ്പോഴും ഒന്നാമതായിരിക്കണം എന്നിങ്ങനെ സ്വയം നിർമ്മിച്ചെടുക്കുന്ന സങ്കല്പങ്ങൾക്ക് പിന്നാലെ ഓടിത്തളരുന്നവർ നിരവധിയാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലോകത്ത് പൂർണ്ണമായ ഒരു മനുഷ്യനില്ല. പൂർണ്ണനായ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനില്ല എന്ന് തന്നെ പറയാം. മനുഷ്യരായാൽ തെറ്റുകൾ സംഭവിക്കും. ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കില്ല. പാചകം മോശമായേക്കാം, ചില ദിവസങ്ങളിൽ വീട് അലങ്കോലമായി കിടന്നേക്കാം, ചിലപ്പോൾ ദേഷ്യം വരും. അത് തികച്ചും സ്വാഭാവികമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ നല്ല അമ്മയല്ല എന്നോ എനിക്ക് ഒന്നിനും കഴിയില്ല എന്നോ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തരുത്. തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. സ്വന്തം ഭിന്നതകളെയും കുറവുകളെയും ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിയുന്നതാണ് യഥാർത്ഥ ആത്മവിശ്വാസം. സ്വയം സ്നേഹിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാന വശമാണ് സാമ്പത്തികമായും മാനസികമായും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നത്. ചെറുതോ വലുതോ ആയ ഏത് തൊഴിലുമാകട്ടെ,
സ്വന്തമായി അധ്വാനിച്ച് വരുമാനം കണ്ടെത്തുന്നത് ഒരു സ്ത്രീക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. സാമ്പത്തിക ഭദ്രത എന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് അതിന് ശ്രമിക്കാം. കയ്യിലുള്ള കരകൗശല വിദ്യകളോ പാചക നൈപുണ്യമോ ഡിജിറ്റൽ കഴിവുകളോ ഉപയോഗിച്ച് ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാം. സ്വന്തമായി ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇന്ന കുട്ടിയുടെ അമ്മയാണ് അല്ലെങ്കിൽ ഇന്ന ആളിൻ്റെ ഭാര്യയാണ് എന്ന വിലാസങ്ങൾക്കപ്പുറം സ്വന്തമായ ഒരു പേരും വ്യക്തിത്വവും നിങ്ങൾക്കുണ്ടായിരിക്കണം. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന് പുതിയൊരു അർത്ഥവും ലക്ഷ്യവും കൈവരും. ഒരു സ്ത്രീ സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവൾക്ക് ചുറ്റുമുള്ള ലോകം മാറിമറിയാൻ തുടങ്ങും. ചിരിക്കുന്ന, സന്തോഷമുള്ള, ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ തൻ്റെ കുടുംബത്തിന് വലിയൊരു വെളിച്ചമായി മാറാൻ സാധിക്കൂ. നിങ്ങൾ തളർന്നു പോയാൽ നിങ്ങളുടെ വീടാണ് തളരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും പരിഗണിക്കുന്നതിനുമൊപ്പം തന്നെ നിങ്ങളിലേക്ക് കൂടി തിരിഞ്ഞു നോക്കുക. ജീവിതത്തിൽ എന്തൊക്കെ തിരിച്ചടികൾ വന്നാലും മനസ്സിന് വിഷമങ്ങൾ തോന്നുമ്പോഴൊക്കെയും ഓർക്കുക, നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ. സ്വന്തം സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. കൂടുതൽ ആത്മവിശ്വാസത്തോടെ സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ് പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാൻ ഓരോ സ്ത്രീക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.